ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ടയും അരിപ്പൊടിയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാ അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, നൈസ് പൊടി, ആ പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മെഷറിംഗ് കപ്പിലൊന്നല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, ജസ്റ്റ് ചെറിയൊരു കപ്പിലാണ് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ദേ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മളൊരു മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അടിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാരണ ഒരു ചെറിയ കപ്പിലുള്ള അരിപ്പൊടിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഒരു കോഴിമുട്ട ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരിപ്പൊടി കൂടുതലെടുക്കുമ്പോൾ മുട്ട കുറച്ച് കൂടുതലെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മുട്ട കൂടുതൽ ചേർക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിന് ചെറിയൊരു മധുരം വേണം. അപ്പോൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മളിതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസിങ് ആവാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും. മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്നും ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ആദ്യം ഈ പൊടികളൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ആവാനുണ്ട്. പഞ്ചസാരയും മുട്ടയും എല്ലാം നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നമ്മളിതൊന്ന് ബാറ്ററാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല നമ്മളിത് ബാറ്ററാക്കി എടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ ഇതൊരു ബാറ്ററാക്കി മിക്സ് ആക്കാനായിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. തേങ്ങാപ്പാൽ നമ്മൾ ഒഴിക്കുമ്പോൾ നോക്കി ഒഴിച്ചിട്ട് മിക്സ് ആക്കാം കേട്ടോ. ഒരുപാട് ഒഴിച്ച് പോരുത്, കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ സാധാരണ ഒരു ബാറ്റർ ഉണ്ടാക്കില്ല, അതുപോലെ തന്നെയാണ് മിക്സ് ആക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ തേങ്ങാപ്പാലിന് പകരം വേറെ പച്ചവെള്ളം ഒഴിക്കരുത്. നമുക്കിതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് തേങ്ങാപ്പാൽ എത്ര വേണമെന്ന് നോക്കിയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു മാവിൻ്റെ ഒരു പരുവം ഇതാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ലൂസായിട്ട്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കാവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണ്ട നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കാനായിട്ട്. ഇനി നമുക്കൊരു പാനൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സ്പൂൺ കൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. നമുക്ക് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ഒഴിക്കേണ്ട. പെട്ടെന്ന് റെഡിയാകും, ചെറുതാവുമ്പോൾ പെട്ടെന്ന് റെഡിയായി വരും. ഇതൊഴിച്ച് നമ്മൾ കഴിയുമ്പോഴേക്കും ഓരോന്ന് ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. നമ്മളൊരു സ്റ്റൗവിൽ ചായ വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്റ്റൗവിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചായ തിളക്കുന്നതോട് കൂടി നമ്മൾ സ്നാക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാക്കി എടുത്താൽ മതി കേട്ടോ. ഒരുപാട് ബ്രൗൺ കളർ ആവാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട. നല്ലൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിപ്പോൾ വല്ല ഗസ്റ്റൊക്കെ വന്ന സമയത്ത് സ്നാക്സൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ചായയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കോരി എടുത്തിട്ട് നമുക്ക് ചൂട് ചായയുടെ കൂടെ കഴിക്കാം. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ള മാവും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളാണ്. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലാക്കി വെക്കരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മൾ ചായ തിളക്കുമ്പോഴേക്കും നമ്മുടെ സ്നാക്കും റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനത്തെ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണിത്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചായയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള സ്പഞ്ചി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.